സൗമ്യതയുടെ ആൾരൂപം, ശാന്തപ്രകൃതൻ, അധികാര സ്ഥാനങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത, മായം ചേർക്കാതെ ദൈവവചനം പ്രസംഗിക്കുന്ന, ദൈവിക അരുളപ്പാട് മുഖം നോക്കാതെ പറയുന്ന പ്രവാചകനായ അഭിഷിക്തൻ, ഭക്തനായ പ്രാർത്ഥനാവീരൻ, കായലുകളാലും നദികളാലും തോടുകളാലും ചുറ്റിപ്പിണഞ്ഞുകിട മണൽ പ്രദേശം നിറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ രാമങ്കരിക്കാരൻ പാസ്റ്റർ ഏബ്രഹാം തോമസ്. ഞാൻ ജനിച്ചത് 1967 മെയ് മാസം 18-ാം തീയതിയാണ്. പിതാവിൻ്റെ പേര് തോമസ് ബെന്നൂസ് എന്നും മാതാവിൻ്റെ പേര് മേരി തോമസ് എന്നുമാണ്. രാമങ്കരിയിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം രാമങ്കരി NHS ഹൈസ്കൂളിലും, കോളേജ് വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി SB കോളേജിലെ ഡിഗ്രിയും, അതിനെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പാസ്സാകാൻ ഇടയാട് തീർന്നു. തിയോളജി പരമായിട്ട് മണക്കാല തിയോളജിക്കൽ സെമിനാരിൽ നിന്ന് BD കരസ്ഥമാക്കുവാൻ ഇടയാട് തീർന്നു. ഞാൻ എൻ്റെ പഠനകാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ പെട്ടുപോയ ഒരു വ്യക്തിയാണ്. അതിൻ്റെ കാരണം പാവപ്പെട്ടവരോടും ദരിദ്രന്മാരോടുമുള്ള എൻ്റെ കരുതലും സ്നേഹവുമാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ എനിക്കതിനകത്ത് വളരെ ബുദ്ധിമുട്ട് നേരിട്ടു. ആ പ്രസ്ഥാനമായി ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ആയിരുന്ന പള്ളിയിലേക്ക് അതിൻ്റെ ആരാധനയിലൊക്കെ തിരിച്ചു പോകാനിടയാട് തീർന്നു. ആ കാലത്ത് മണകാട് സെന്റ് മേരീസ് യാക്കോബ പള്ളിയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ നടക്കുന്ന 8 നോയമ്പിൽ ഞാനും പോയി പങ്കെടുത്തു. അവിടെ പള്ളിമേടയിൽ താമസിച്ചുകൊണ്ട് 8 നോയമ്പിൻ്റെ 3-ാം ദിനത്തിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ പള്ളിമേടയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവിടെ കൊടുത്ത ഒരു ബുക്ക്ലെറ്റിൻ്റെ ട്രാക്റ്റുകളുടെ ഒരു കെട്ട് കണ്ടു. എൻ്റെ കിട്ടതല്ല, ആർക്കൊക്കെ അവിടെ വിതരണം ചെയ്തതാണ്. അത് നിലത്ത് കിടക്കുന്ന കണ്ടപ്പോൾ ഞാനതെടുത്തു, വായിച്ചു. തുടർന്ന് പെന്തക്കോസ്തുകാരുടെ ബുക്കാന്ന് മനസ്സിലായപ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു ബുക്ക് പള്ളിയുടെ ബുക്ക് സ്റ്റാളിൽ ചോദിച്ചു. അവിടുന്ന് എനിക്ക് പെന്തക്കോസ്തുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന തിരുവല്ലായിലെ കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു പുസ്തകം ലഭിച്ചു. ഇങ്ങനെ ട്രാക്റ്റുകളും ബുക്ക്ലെറ്റും ഈ പുസ്തകവുമായിട്ട് 8 നോയമ്പ് ഞാൻ വീട്ടിലേക്ക് പോയി. രണ്ടും വായിച്ചു. അതിനെക്കുറിച്ച് അറിയുവാൻ വേദപുസ്തകം വായിച്ചു. ഒരു രാത്രി കർത്താവിൻ്റെ ഒരു ഇടപെടൽ എനിക്കുണ്ടായി. ഇവനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു സൈഡിൽ നിന്ന് എന്നെ വലിക്കുന്നു, മറു സൈഡിൽ നിന്ന് ഞാൻ വിട്ടുതരത്തിന് മുമ്പ് എന്നെ വലിക്കുന്നു. ആ ഒരു കാഴ്ചയിൽ പേടിച്ചു പോയ ഞാൻ അന്ന് വൈകിട്ട് കർത്താവിൻ്റെ ഹിതത്തിനായി സമർപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നത്. തുടർന്ന് ഞാൻ ദൈവസഭയുള്ള ബന്ധത്തിൽ ചങ്ങനാശ്ശേരി പോയി ആരാധന കൂടുവാൻ ഇടയായിട്ട് തീർന്നു. തുടർന്ന് സ്നാനപ്പെട്ടു. ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് ബോധ്യമായപ്പോൾ വചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. ആദ്യം ഒരു മലയാളം മീഡിയം CTH കോഴ്സാണ് ചേർന്നത്. എനിക്ക് കോഴ്സിനെ പറ്റിയൊന്നും വിവരമില്ലായിരുന്നു. അവിടുത്തെ അധ്യാപകരെ 1 വർഷമായപ്പോൾ എനിക്ക് BD പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു തന്ന് ഞാൻ മണക്കാല BDക്ക് പോയി. 93-97 കാലയളവിൽ മണക്കാല എന്ന BD പൂർത്തീകരിച്ച് തുടർന്ന് സഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുവാനിടയായിട്ട് തീർന്നു. എനിക്ക് ആത്മീയ ഗുരുവായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം വിവിധ മുഖാന്തരങ്ങളിലൂടെ അരുളപ്പാടിലൂടെയാണ് കർത്താവിനെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയെ കരം പിടിച്ച ഒരു ആത്മീയ ഗുരുവെന്നോ വിശ്വാസത്തിലേക്ക് നടത്തിയെന്നോ ഒരു ആത്മീയ ഗുരുവെന്നോ എനിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. എല്ലാം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. PCKയിലെ ശുശ്രൂഷകനായി പാസ്റ്ററെ തിരഞ്ഞെടുത്തു എന്നുള്ള ഫോൺ വിളി വന്നപ്പോൾ ഞാനത് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു CV എൻ്റെ നിന്ന് വാങ്ങി ഞാനത് കൊടുത്തു എന്നല്ലാതെ അതെന്തായെന്നോ എങ്ങനെയായെന്നോ ഒന്നും തിരക്കാൻ ഞാൻ പോയില്ലായിരുന്നു.
പെട്ടെന്ന് കേട്ട ഈ വാർത്ത എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അതാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറയുന്നത്. ആത്മീയ നേട്ടങ്ങളായിട്ട് ഞാൻ പ്രധാനമായി കാണുന്നത് സത്യവചനം ഒട്ടും മറച്ചു വെക്കാതെ ജനങ്ങളെ പഠിപ്പിക്കുവാൻ ഇടയാടി തീർന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിൽ നീ എൻ്റെ വചനം കാത്തു എന്ന് തിരുവചനം പറയുന്ന പോലെ ഇന്നയോളം ഇരുന്ന എല്ലാ സഭകളിലും വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നിത്യത്തിലേക്ക് നയിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. കൂടാതെ ആത്മീയ പ്രവർത്തനങ്ങളിൽ, പരസ്യയോഗ പ്രവർത്തനങ്ങളും വീട് കയറിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പങ്കാളിയായിരുന്നു. അങ്ങനെയും ചിലരൊക്കെ രക്ഷിക്കപ്പെടുവാൻ ദൈവസഭയിൽ അംഗമായി തീരുവാൻ ഇടയായിട്ടുണ്ട്. അതൊക്കെയാണ് പ്രധാനമായും ആത്മീയ നേട്ടങ്ങളായി കാണുന്നത്. മറ്റ് കാര്യങ്ങളെ ഞാൻ വചനം ദീർഘകാലമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയിലൊക്കെ അനേകരെ വചനം പഠിപ്പിക്കുവാൻ, അനേകരെ ശിഷ്യരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നേട്ടമാണ്. ഞാൻ PhD പൂർത്തിയായതിനു ശേഷം ചങ്ങനാശ്ശേരി മാമൂടെ ഉള്ള ഒരു IPC സഭയിലാണ് ആദ്യം ശുശ്രൂഷിച്ചത്. തുടർന്ന് കോട്ടയം മാങ്ങാനം എബിനേസർ IPC സഭയിൽ ശുശ്രൂഷിച്ചു. അതിനെ തുടർന്ന് കഞ്ഞിക്കുഴി ഫിലദൽഫിയ IPC സഭയിലെ സഹശുശ്രൂഷനായി പ്രവർത്തിച്ചു. തുടർന്ന് IPC ഗിൽഗാൽ മാങ്ങാന സഭയിലും IPC ബദൽ കൈതമറ്റ സഭയിലും IPC എബിനേസർ പുതുപ്പള്ളി സഭയിലും IPC പ്രയർ സെന്റർ പട്ടാഭിരാം ചെന്നൈ സഭയിലും IPC ഹെബ്രോൻ മൂലയുടെ സഭയിലും ഇതുവരെ ശുശ്രൂഷിപ്പാൻ ഇടയാടി തീർന്നു. ഇപ്പോൾ PCKയിൽ ശുശ്രൂഷിക്കുന്നു. എൻ്റെ ഭാര്യ റാന്നി സ്വദേശിയാണ്. പേര് ജെസ്സി എബ്രഹാം. മൂത്ത പൈതല് പെൺകുഞ്ഞാണ്. അവളുടെ പേര് കെസിയ മേരി എബ്രഹാം. അവളെ വിവാഹം കഴിച്ച കുടുംബസ്ഥയായി UK താമസിക്കുന്നു. മരുമകൻ്റെ പേര് സിജോ വർഗീസ് എന്നാണ്. ഇളയത് മകനാണ്. അവൻ ഫിലോ തോമസ് എബ്രഹാം. അവന് കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ഒരു കാര്യവും ആവശ്യപ്പെടാതെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറായി. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ഇല്ലായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വൈഫും കുഞ്ഞുങ്ങളും എന്നോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതെനിക്കൊരു വലിയ ആശ്വാസമായി തീർന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ചങ്ങനാശ്ശേരി മാമൂട് എന്ന സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആ സമയത്ത് വെയിലൊക്കെ ഉള്ള സമയമായിരുന്നു. എന്നാൽ മഴ പെയ്തപ്പോൾ ആ വീട് ചോരാൻ തുടങ്ങി. അന്ന് ഞങ്ങളുടെ കുഞ്ഞ് 1.5 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അവളെ ഞാനിങ്ങനെ മാറ്റി നിർത്തുമായിരുന്നു. ചോരുന്ന ഇടത്തു നിന്ന് മാറ്റി കിടത്തുമായിരുന്നു. ഉള്ളത് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അവരുടെ ഞങ്ങളുടെ എല്ലാം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ലക്ഷ്യം. അതുകൊണ്ട് ആ രീതിയിലും പ്രത്യേകിച്ച് ഭാര്യ പിമ്പിലെ പ്രാർത്ഥനാ ശക്തിയായിട്ട് എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ മുൻപന്തിലിങ്ങനെ നിൽക്കാൻ കാര്യം ഭാര്യയുടെ പ്രാർത്ഥനയാണ്, കുഞ്ഞുങ്ങളുടെ സ്നേഹവും സഹകരണവുമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് അതിനൊക്കെ ഉപരിയായി ഒരു നല്ല വഴിയിലേക്ക് ദൈവം ഞങ്ങളെ എത്തിച്ചു. എൻ്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ടവരെ കുറിച്ച് ഞാൻ കൃത്യമായ ഒരു വിവരം രേഖപ്പെടുത്തി വെച്ചില്ല. PCKയിൽ സ്ഥാനപ്പെടുത്തിയവരുടെ എണ്ണം എനിക്കറിയാം. 70 പേരെ സ്ഥാനപ്പെടുത്തി. മറ്റ് സഭകളിലൊക്കെ ധാരാളം സ്ഥാനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു കൃത്യമായ രേഖ സൂക്ഷിക്കുന്ന വ്യക്തി അല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. കുവൈറ്റിൽ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവിച്ചൊരനുഭവം ഇവിടുത്തെ സഭകളുടെ സഹകരണമാണ്. പ്രത്യേകിച്ച് NECK KTMCCയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. അവരുടെ ആ സ്നേഹവും ആദരവും എന്നെപ്പോലുള്ള ഒരുവനെ തന്നെന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ PCK സഭയിലെ ശുശ്രൂഷയിൽ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും നടക്കുന്നതും എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതിൻ്റെ സഭയുടെ കാര്യമാണെങ്കിലും
പത്രികാ സംഘടന കാര്യമാണെങ്കിലും എല്ലാം അതതിൻ്റെ പ്രിയപ്പെട്ടവരെ ക്രമീകരിക്കുകയും പാർഷക്ക് അതിനകത്തൊന്നും ഒരു ബേഡൻ എടുക്കേണ്ട കാര്യം ഇല്ലാതെ വന്നു. നേതൃത്വം കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അതൊക്കെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. PCK സഭയെ സംബന്ധിച്ച് ഞാൻ എന്നും അഭിമാനത്തോടെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആദിമകാലം തൊട്ട് പൂർവ്വ പിതാക്കന്മാർ തൊട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു അടിത്തറയാണ്. അതുകൊണ്ട് ശുശ്രൂഷകൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വളരെ ഫ്രീഡം ഇവിടെ എനിക്ക് അനുഭവിക്കാൻ ഇടയാടി തീർന്നു. കൗൺസിലോ ആരും തന്നെ അതിനകത്ത് ഇതുവരെയും കൈകടത്തുവാൻ ഇടയാടി തീർന്നില്ല. മാത്രമല്ല, പാർഷയുടെ പ്രസിഡന്റിൻ്റെ തീരുമാനം ഏത് സന്ദർഭങ്ങളിലും അന്തിമ തീരുമാനമാണെന്നുള്ള കീഴ്വഴക്കവും ഇവിടെ ഇന്ന് വരെ പാലിച്ചു വരുന്നു. അതുകൊണ്ട് പല വിഷയങ്ങളും സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അതൊക്കെ ഇതര സഭകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മാത്രമല്ല, മികച്ച സംഘാടക മികവ് PCKയിലുള്ള എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം വളരെ മികവോടുകൂടി നടത്തുന്നത് കണ്ട് സന്തോഷിപ്പാൻ ഇടയാടി തീർന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരാൾക്കൊരു ഭാരം വന്നാൽ, ഇല്ലായ്മ വന്നാൽ, രോഗം വന്നാൽ എല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയും എല്ലാവരും ഒന്നിച്ചുകൂടി സഹായത്തിനായി ഓടുകയൊക്കെ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠത PCK സഭയ്ക്കുണ്ട്. ദൈവദാസനെ ആദരിക്കുന്ന, ആ കുടുംബത്തെ ബഹുമാനിക്കുന്ന കാര്യത്തിലൊക്കെ PCK സഭ മുൻപന്തിയിലാണ്. അങ്ങനൊന്നും ഒരു ഭാരം എനിക്കുണ്ടാകാൻ ഇടയാടി തീർന്നില്ല. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം തരുന്നു. ഞാനിരുന്ന സഭകളിൽ ഈ സഭ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം പിടിച്ച സഭയാണെന്ന് പറയുന്നതിന് സന്തോഷം. സഭയിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ അത് എല്ലാ ദൈവമക്കളും ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതായ ഒരു വ്യത്യസ്ത അനുഭവം എനിക്ക് ഈ ചർച്ചയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക പദവികളോടെ എനിക്ക് ആഭിമുഖ്യമില്ലായിരുന്നത് കൊണ്ട് ഞാൻ ഔദ്യോഗിക പദവികളൊന്നും തന്നെ വഹിച്ചിട്ടില്ല. എന്നാൽ കുവൈറ്റ് വന്നതിന് ശേഷം ഇടയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില മാസങ്ങളിലേക്ക് കുവൈറ്റ് IPC റീജിയൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അതൊഴിച്ചാൽ മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഞാൻ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല, ചെയ്തിട്ടില്ല. വരും തലമുറയോടെ എനിക്ക് ഉപദേശിക്കാനുള്ള കാര്യം, വചനത്തിൽ നിങ്ങളെ നിലനിൽക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും നിങ്ങളുടെ പേരൻസിനെ ബഹുമാനിക്കുകയും അനുസരണം കാണിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ ഏത് രാജ്യത്ത് ജോലിയുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലായിരുന്നാലും നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ കച്ചറിലേക്ക് പോകാതെ നമ്മൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നാണ് അവരോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. PCKയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് 6 വർഷവും 3 മാസവും പിന്നിടുവാൻ സർവശക്തൻ കൃപ നൽകി. കോവിഡ് എന്ന മഹാവ്യാധി ലോകം മുഴുവൻ കാർന്നു തിന്നപ്പോഴും ദൈവവചനത്തിൽ ദൈവജനത്തെ ശക്തിപ്പെടുത്തുവാൻ ദൈവദാസനെ ദൈവം കരങ്ങളിലെടുത്തു. വേദനയോടെ ഭാരത്തോടെ കടന്നുവരുന്ന ജീവിതങ്ങൾക്ക് ദൈവവചനത്തിലൂടെയുള്ള വിടുതലും ആശ്വാസവും ലഭിക്കുന്നു എന്നതിലുപരിയായി നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്ന ദൈവവചനം ശാന്തമായി പ്രസംഗിക്കുവാൻ ദൈവദാസന് ദൈവം കൃപ നൽകി. കഴിഞ്ഞ 6 വർഷത്തിൽ പരം PCK സഭയുടെ സന്തോഷത്തിലും സന്താപത്തിലും നമ്മോട് ചേർന്ന് നിന്ന് ധൈര്യപ്പെടുത്തുകയും പ്രാർത്ഥനാ പോരാളിയായി നമ്മോടൊപ്പം നിന്ന് കർത്തൃദാസനും കുടുംബത്തിനും PCK PYPയുടെ യാത്രാമൊഴി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ദൈവം അയക്കുന്നിടത്തൊക്കെയും പകലുള്ളിടത്തോളം നല്ല യജമാനന്റെ വേല തീർക്കുവാൻ, അനേകരെ നിത്യതയിലേക്ക് നയിക്കുവാൻ സർവശക്തൻ അധികം കൃപ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.